ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. നീലി ചിടിയ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അർത്ഥവും സമ്മറിയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഞാൻ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യാം. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹേ? എന്തുകൊണ്ടാണ് ആ കിളി എങ്ങനെ ചിപ്കർ ഒളിഞ്ഞിരുന്നു കൊണ്ട് പാട്ട് പാടുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാമല്ലേ, ഈ കിളികൾക്കൊക്കെ മനുഷ്യന്മാരെയും ബാക്കിയുള്ള പൂച്ചേനെയും നായനെയും ഒക്കെ പേടിയാണ്. അപ്പോൾ അവർ ഭയന്നിട്ടാണ്, അവർക്ക് പേടിയാണ് അല്ലേ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമോയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കിളികൾ അങ്ങനെ ഒളിച്ചിരുന്നു കൊണ്ട്, ചിപ്കർ ഒളിച്ചിരുന്നു കൊണ്ട് പാട്ട് പാടുന്നത്. അപ്പോൾ ഉത്തരം നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോൾ ഇതാണ് ഉത്തരം വരുന്നത്. ചിടിയോ കോ ദൂസരോ സെ ഡർ ലഗ്താ ഹെ, ഇസ്ലിയെ ചിടിയ ചിപ് കർ ഗാന ഗാത്തി ഹെ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം. ലാക്ക് ബുലാവു ലേക്കിന് മേരെ പാസിന ആനെ വാലി ചിടിയ ക്യോ? ലാക്ക് ബുലാവും പലതവണ വിളിച്ചാലും, ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷം എന്നാണ് അർത്ഥം, പലതവണ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പലതവണ വിളിച്ചാലും, ലേക്കിൻ പക്ഷേ, മേരെ പാസിന ആനെ വാലി ഇതുപോലും വരുന്നില്ല ആ കിളി അല്ലേ? എന്തുകൊണ്ടാണ്? ക്യോ? കിളികൾ എവിടെയാണ് പറക്കുന്നത്? അവർക്ക് ആകാശത്ത് അങ്ങനെ പറന്ന് നടക്കാനാണ് ഇഷ്ടം അല്ലേ? ക്ഷീണിക്കുമ്പോഴവളും അവർ മരക്കൊമ്പിൻ്റെ മുകളിലൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ, ചില്ലയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഉൻകോ ദൂസരോ സെ മാനവ് സെ ഡർ ലഗ്താ ഹെ, അവർക്ക് മനുഷ്യന്മാർ പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹമാരെ പാസ് നഹി ആത്തി അല്ലേ, അതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരാത്തത്. നമ്മളെ പേടിയാണ് അവർക്ക്, അതുകൊണ്ടാണ് അവർ അടുത്തേക്ക് വരാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അർത്ഥം എഴുതാം. അടുത്തത് എന്താണ്? നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായി. അടുത്തത് പ്രവർത്തനങ്ങളാണ്, നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ചിപ്കർ ഗാന, പാസ് നാന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്യങ്ങൾ വെച്ച് നിങ്ങളോട് ഇവിടെ താഴെ ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ചിപ്കർ ഗാന ചിടി. കണ്ടോ ഈ കിളി എങ്ങനെ ഇരിക്കുന്നത്? കണ്ടോ, ഈ മരക്കൊമ്പിൽ ആ ഇലകൾക്കിടയിൽ ഒളിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിപ്കർ ഗാന എന്താ കൊടുത്തിട്ടുള്ളത്? ചിടിയ ചിപ്കർ ഗാത്തി ഹെ, ഒളിച്ചിരുന്നു കൊണ്ടാണ് ആ കിളികൾ പാട്ട് പാടുന്നത്. ഓക്കെ, അടുത്തത് എന്താ? പാസിന ആന. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? ചിടിയ പാസിന ആത്തി ഹെ എന്ന് കൊടുക്കാം കേട്ടോ. ചിടിയ പാസിന ആത്തി ഹെ എന്ന് കൊടുക്കാം. മൂന്നാമത്തെ എന്താണ്? ഝഡ് ഉഡ് ജാന. ഝഡ് ഉഡ് ജാന എങ്ങനെ കൊടുക്കാം? ചിടിയ ഝഡ് സേ ഉഡ് ജാത്തി ഹെ, അത് കൊടുക്കാം. ചിടിയ ഝഡ് സേ ഉഡ് ജാത്തി ഹെ, ഒരു നിമിഷം കൊണ്ട് അതിങ്ങനെ കണ്ടോ ആ അരിമണിയൊക്കെ പെറുക്കിക്കൊണ്ട് കൊത്തിക്കൊണ്ട് അത് പറന്നു പോവും. ദാന ഖാന എങ്ങനെ കൊടുക്കാം? ചിടിയ ദാന കാത്തി ഹെ എന്ന് കൊടുക്കാം. ചിടിയ കിളികൾ നെൽമണികൾ അല്ലെങ്കിൽ അരിമണികൾ എന്താണോ ഇട്ടിട്ടുള്ളത് അതിൻ്റെ ആ ഫുഡ് ഗ്രെയിൻസ് തിന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാം. അടുത്തത് സമാൻ അർത്ഥ ഢൂണ്ടെ പത്തേ മേ പത്തേ ബരേംസ്. ഇതിൻ്റെ അപ്പോൾ ഇവിടെ കണ്ടോ ജൽദി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സമാനമായ അർത്ഥം എന്തിലുണ്ട്? കവിതയിലുണ്ട്. അത് നിങ്ങളോട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. ജൽദിയുടെ സമാന അർത്ഥം എന്താണ്? ഫഡ് സേ ഉഡ് ജാത്തി ഹേ അല്ലേ, അത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഫഡ് എന്നുള്ളതാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. ഇനി പങ്കിന് എന്താ പറയുന്നത്? പങ്കിന് പറന്നാണ് പറയുന്നത്. പങ്കോട് നിങ്ങൾ പറന്നാണ് എഴുതേണ്ടത് കേട്ടോ, പറന്നാണ് എഴുതേണ്ടത്. പങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിറക്. ഓക്കെ, അപ്പോൾ അതിന് സമാനമായ അർത്ഥം വരുന്നത് പറാണ്. ഡാലിയുടെ അതേ അർത്ഥം വരുന്നത് ഏതാണ്? ഡാലിയുടെ അതേ അർത്ഥം വരുന്നത് ഫുൻഗിയാണ്. പക്ഷിക്ക് പകരം ഇവിടെ യൂസ് ചെയ്തിട്ട് പക്ഷിക്ക് എന്ത് പറയാം നമുക്ക്? പക്ഷിക്ക് പകരം ഒരു അർത്ഥം വരുന്നത് പക്ഷിയാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം വരുന്നത് എന്താണ്? ചിടിയ എഴുതാം നിങ്ങൾക്ക്. ഇനി അനോഖ എന്ന് പറഞ്ഞാൽ എന്താ? അനോഖ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന. അപ്പോൾ അതിന് ഏതാണ് വേർഡ് വരുന്നത്? നിരാലി കൊടുക്കുക. ആകാശിന് പകരം എന്ത് കൊടുക്കാം? ആകാശിൻ്റെ അതേ മീനിങ് വരുന്നത് ആസ്മാൻ, അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളത് ഫില്ല് ചെയ്യേണ്ടത്.
അടുത്തത് എന്താണ്? പങ്ക്തിയാ ഡൂണ്ടേ ലിഖേ. ചിടിയ ഏക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ. അതേ അർത്ഥം വരുന്ന വരികൾ ഏതാണ്? ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉടുക്കർ ജാനെ വാലി ചിടിയ. ഇനി എന്താണ്? ചിടിയോ ലോഗോ കെ പാസ് നഹി ആത്തി ഹെ. ആ അർത്ഥം വരുന്ന വരികൾ ഏതാണ്? ലാക്ക് ബുലാവു ലേക്കിന് മേരെ പാസിന ആനെ വാലി ചിടിയ. ഏതാണ്? ലാക്ക് ബുലാവു ലേക്കിന് മേരെ പാസിന് ആനെ വാലി ചിടിയ. എത്ര വിളിച്ചാലും അത് നമ്മുടെ അടുത്തേക്ക് വരില്ല. ചിടിയ പത്തോ മേ ചിപ്കർ ഗാത്തി ഹെ. അതേതാണ്? ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനേ വാലി ചിടിയ. അല്ലേ? ഈ ഇലകളിലും മറ്റിലകളിലും അങ്ങനെ ഒളിച്ചിരുന്ന് പാട്ട് പാടുന്ന കിളികളാണ്. ഇനി ചിടിയ ദാന കാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. ആ അരിമണികളൊക്കെ തിന്ന് പെട്ടെന്ന് അത് പറന്നു പോവും. ആ അർത്ഥം വരുന്ന ഏതാണ്? ഇതാണ്. ദാന കാക്കർ പറുപട്ട് കാക്കർ ജഡ്സെ ഉഡ് ജാനെ വാലി ചിടിയ. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുക. ഇനി എന്താണ്? കവിതാസി ചുനുക്കർ ലിഖേ. എന്താണ്? ഉടനെ വാലി അല്ലേ? ഉടനെ വാലി. അതുപോലെയുള്ള വാക്യങ്ങൾ ഏതൊക്കെ വരുന്നുണ്ട് ആ വാലി ചേർത്തിട്ട് വരുന്നത്? വാലിയുണ്ട്, ഖാനേ വാലിയുണ്ട്, ജാനേ വാലിയുണ്ട്, പീനേ വാലിയുണ്ട്. ആ ഉഡ് ജാനേ വാലി ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി ഇപ്പോൾ ഊപ്പർ കി നമൂനയ്ക്ക് അനുസാർ. നമൂന എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ കൊടുത്തിട്ടുള്ള നമൂന എക്സാമ്പിൾ അനുസരിച്ച് ഇതുപോലുള്ള വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ആദ്യം എന്താ ഉണ്ടാക്കേണ്ടത്? പി എന്ന് പറഞ്ഞാൽ കുടിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? പീനെ വാലി എന്ന് ഉണ്ടാക്കാം. ദേക്ക് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം? ദേക്ക് എന്ന് പറഞ്ഞാൽ കാണുക, നോക്കുക എന്നൊക്കെ പറയാം. ദേക്കിനെ വാലി എന്ന് പറയാം. ബീഗ് വെച്ചിട്ടോ? ബീഗ് എന്ന് പറഞ്ഞാൽ നനയുക. ബീഗ് വെച്ചിട്ട് ബീഖനെ വാലി എന്ന് പറയാം. കർ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം? കർണേ വാലി എന്ന് നമുക്ക് പറയാം. കേട്ടോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അടുത്തത് എന്താണ്? പങ്ക്തിയാം ജോഡെ. 4 വരികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള വരികൾ നിങ്ങളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നീലെ ആസ്മാനസെ ഉടുത്തി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനേ വാലി ചിടിയ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള വരികൾ. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്താണ്? കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളോട് എന്തുണ്ടാക്കാനാണ് പറയുന്നത്? പുതിയ വരികൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഗോസില എന്ന് പറഞ്ഞാൽ കണ്ടോ? നെസ്റ്റ്, കൂടിനെയാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് കൊടുക്കുക? ആദ്യത്തെ വരി ഗോസില ബനാനേ വാലി ചിടിയ. നെക്സ്റ്റ് എന്താണ്? പാനി പീന, വെള്ളം കുടിക്കുന്ന പക്ഷി. അപ്പോൾ രണ്ടാമത്തെ ലൈൻ എന്താണ്? പാനി പീനേ വാലി ചിടിയ. നെക്സ്റ്റ് എന്താണ്? പ്യാർ കർണ, സ്നേഹിക്കുന്ന അല്ലേ? പ്യാർ കർണേ വാലി ചിടിയ. ലാസ്റ്റത്തെയോ? ബാരിഷ് മേ ബീക്കിനെ വാലി ചിടിയ. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴയാണ്, ബീഗിന എന്ന് പറഞ്ഞാൽ നനയുക. അപ്പോൾ ഈ വരികളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ എന്താണ്? ഗോസില ബനാനേ വാലി ചിടിയ, പാനി പീനേ വാലി ചിടിയ, പ്യാർ കർണേ വാലി ചിടിയ, ബാരിഷ് മേ ബീഗിനെ വാലി ചിടിയ. ഓക്കെ, പ്രവർത്തനം എന്താണ്? പക്ഷിയോ കെ ചിത്ര ഇക്കട്ടാക്കരെ. പക്ഷികളുടെ ഇങ്ങനത്തെയുള്ള ചിത്രങ്ങൾ ഇക്കട്ടാക്കരെ സ്വരൂപിച്ച് വെക്കൂ, കൂട്ടി വെക്കൂ. എന്നിട്ട് അതിൻ്റെ പേര് എനിക്ക് നാം ലിഖേ ആൽബം ബനായെ. അവരുടെ പേര് എഴുതിയിട്ട് ഒരു ആൽബം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പം ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ നിങ്ങൾക്ക് പക്ഷികളുടെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് അതിൻ്റെ ഹിന്ദിയിലുള്ള പേരുകൾ കൂടി എഴുതിയിട്ട് അതിൻ്റെ ആൽബം ഉണ്ടാക്കാം. കേട്ടോ? അടുത്തത് എന്താണ്? അടുത്തത് പറയുന്നത് രാഷ്ട്രീയ പക്ഷി ദിവസിനെ പറ്റിയിട്ടാണ്. നാഷണൽ ബേർഡ്സ് ഡേ എന്നാണ്? പക്ഷികളുടെ ദിവസം എന്താണ്? ജാനുവരി 5 പക്ഷിയായേം പ്യാസ് ബുജായേം. എന്താണ്? ഇവിടെ കണ്ടോ? പക്ഷികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ എന്താ ചെയ്യുന്നത്? മൺപാത്രങ്ങളിലും ചെറിയ ചെറിയ പാത്രങ്ങളിലും ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് അവർ എന്ത് വെക്കുന്നുണ്ട്? വെള്ളം നിറച്ച് വെക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ചൂട് സമയത്ത് നമുക്ക് തന്നെ എപ്പോഴും ദാഹിക്കുമല്ലേ? അപ്പോൾ ഈ ആകാശത്ത് ആ സൂര്യൻ്റെ ചൂടേറ്റ് പറന്ന് നടക്കുന്ന പക്ഷികൾക്ക് എന്താണ് പറയുക, എത്രത്തോളം ദാഹിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കരുതി വെക്കാനാണ് പറയുന്നത്. പലരുടെ വീടിൻ്റെ മുമ്പിലൊക്കെ ഇതുപോലെ പാത്രങ്ങളിലൊക്കെ വെള്ളം വെക്കുന്നുണ്ടാവും അല്ലേ? ഈ വെക്കുന്നില്ലെങ്കിലും ഇനി വരുന്ന ചൂട് കാലത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോ ചിരട്ടയിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലോ ഒക്കെ കുറച്ച് വെള്ളം ഇവിടെ മതിലിൻ്റെ മുകളിലോ നിങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡിലോ തട്ട് മുകളിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളം ദാഹിച്ചു വരുന്ന പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ പറ്റും. ഓക്കെ, കുറച്ച് നാൾ നിങ്ങൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം, ആദ്യം 1-2 ദിവസം കൊണ്ടൊന്നും കിളികൾ വരില്ല കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇവിടെ പോയാൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടുമെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ അവിടെ വന്ന് വെള്ളം കുടിക്കും കേട്ടോ. ഇനി എന്താണ്?
ആപ്കെ സ്കൂൾ മേ ബി ऐसे കാര്യക്രം കാ ആയോജൻ കരേൻ. നിങ്ങളുടെ സ്കൂളിലും ഇതുപോലെയുള്ള പ്രോഗ്രാം നടത്താനാണ് പറയുന്നത് കേട്ടോ. ആണ് ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.